മാഞ്ഞാളക്കളി ഒന്നും ഏറ്റില്ല, നല്ലോണം വാക്കേറ്റ്. അതുകൊണ്ട് കോൺക്രീറ്റ് വാൾ വരുന്നൊക്കെയാണ് എന്തോരെ കട്ടിയിലാണ് കോൺക്രീറ്റ് വാൾ. റിവേഴ്സ് പോയിക്കാണ്ട് മറിഞ്ഞാ തോന്നുന്നുണ്ട്. ഉള്ളിച്ചാക്കാട്ടെ ഫുള്ള് വെളുത്തുള്ളി. എന്താണിത്? ഫൗണ്ടേഷനാണ്. അതിന്റെ കട്ടി വെക്കുകയാണ്. അതിന്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അത്രയും കട്ടിയിലാണ് ഫൗണ്ടേഷനൊക്കെ. ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിൽ, നമ്മുടെ ചട്ടഞ്ചാല് ഭാഗം. കേരളത്തിലെ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു റീച്ച്, അതായത് പണികൾ നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു റീച്ചിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഈ ഒരു ഭാഗം ബേവിഞ്ച ചട്ടഞ്ചാല് തെക്കിൽ ഈ ഒരു ഭാഗമാണ് ദേശീയപാതയുടെ നിർമ്മാണത്തിൽ കേരളത്തിലെ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഭാഗം. മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതേപോലെ റോഡ് കണ്ടില്ല ഞങ്ങൾ, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ടാണ് റോഡ് പോകുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് വയഡക്റ്റ് വരുന്നുണ്ട്. ഒന്ന് പാലം കഴിഞ്ഞതിന് ശേഷം, ഒന്നിതാ ഈ ഒരു കൊടും വളവിൽ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇങ്ങനെ ഇറക്ക കുത്തനയിൽ ഇങ്ങനെ പോകുക കേട്ടോ. അതേപോലെ വെടി നോക്കിയാണ് റാ ഷേപ്പിലുള്ള റോഡ് എന്നൊക്കെ നമ്മൾ കേട്ടിക്കണേ, ഒരുപാട് സ്ഥലത്തുണ്ട്. ശ്രദ്ധിക്കണേ, നമ്മളെ ഈ ഒരു ദേശീയപാതയിൽ കൊടും വളവ്, ഇത്രയും വലിയൊരു വളവ് ദേശീയപാത 66 കേരളത്തിൽ തലപ്പാടി മുതൽ കന്യാകുമാരി ബോർഡർ പാറശാല വരെ ഈ ഒരു അളവിലുള്ള വളവ് എവിടെയില്ല കേട്ടോ. കൊടും വളവാണ് മക്കളെ ഈ ഒരു ചട്ടഞ്ചാല് ബേവിഞ്ച ഭാഗത്ത്. സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച കാലം ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ചട്ടഞ്ചാല് ഭാഗം. ചട്ടഞ്ചാല് പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ വാള് വെച്ച് കോൺക്രീറ്റ് വാള് ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മേഘയുടെ കോൺക്രീറ്റ് വാൾ, ഇതിനെക്കുറിച്ചിട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. നല്ല കട്ടിയുള്ള ഫൗണ്ടേഷനും വാളുകളാണ്. അതായത് ഇവിടുത്തെ നിർമ്മാണത്തിന് അങ്ങനത്തെ കട്ടിങ് കാനുള്ള ഫൗണ്ടേഷൻ വേണം. അതേപോലെ വാളിൻ്റെ ആ ഒരു കട്ടി എന്തോരം സിമെൻറ്റ് വേണമെന്ന് വരാം. എന്നാലും വലിയൊരു 1.5 മീറ്റർ വീതിയിലുള്ള വാള് വരെ ഉണ്ട്. അത് കുറഞ്ഞത് അടിക്കെത്തുമ്പോൾ 2 മീറ്റർ 3 മീറ്റർ വീതിയുള്ള വാള് വരെ ഈ ഒരു ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഏതായാലും വളഞ്ഞു പൊളഞ്ഞ് ദേശീയപാത കടന്നു പോകുന്ന കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് മേഘ കമ്പനിക്ക് നല്ലോണം വാക്കിയിട്ടിക്കണ്. ഒരുപാട് കേട്ടിട്ടുണ്ട്. ആദ്യകാലം മുതലേ മേഘ കമ്പനിക്ക് നല്ലോണം കേൾക്കലാണ്. കാസർഗോഡ് ജില്ലാ കളക്ടർ ഈ ഒരു പണീൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് NHAക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. NHAയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു റീച്ചിലെ ഈ ഒരു ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ കരാർ ഏറ്റെടുത്ത കമ്പനിക്കെതിരെ നല്ല നടപടി അന്നേ എടുക്കാറുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ അടുത്ത് മണ്ണിടിച്ച് വീണല്ലോ, മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഏകദേശം ഒരു 6 മാസം മുമ്പ് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അന്ന് നല്ലോണം കേട്ടിക്കണ്. ഏതായാലും മാഞ്ഞാള പരിപാടിയൊക്കെ മാറ്റിയിട്ട് കുറച്ച് പണി ഉഷാറാക്കിയിട്ടുണ്ട്. ഈ ഒരു കയറ്റം നമ്മൾ പറഞ്ഞല്ലോ, കയറ്റിറക്കം, ആ ലോറിയൊക്കെ വരുന്നൊക്കെയാണ് ഭാരവാഹനങ്ങൾക്ക്, അതായത് ചരക്കുമായി പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഭാഗം. ആ ലോറി പോണൊക്കെയാണ് ഇതേപോലെ ലോഡുമായി പോകുന്ന വാഹനങ്ങൾക്ക് എന്നാണ്ടാ നിൽക്കണേ, വണ്ടികൾ ഇങ്ങനെ സ്ലോവിലേ പോകുള്ളൂ. ഇത്രയും വലിയൊരു വളവും അതേപോലെ കയറ്റുള്ള ഒരു സ്ഥലമാണിത്. കണ്ടങ്ങൾ ആ ലോറിയൊക്കെ എപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ. നമ്മളവിടെ നിന്ന് പോകുന്ന ഇവിടെ എത്തി. ഇവിടെയൊക്കെ സോയിൽ നെയിലിങ് ചെയ്തിട്ടുണ്ട്. സോയിൽ നെയിലിങ് ചെയ്ത ഭാഗം ഒരു സേഫ്റ്റി ഇല്ല. മഴ പെയ്ത സമയത്ത് സോയിൽ നെയിലിങ് ചെയ്ത ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ആ നെറ്റ് വെച്ച സ്ഥലം കൂടി ഇങ്ങോട്ട് അടർന്ന് വീണിട്ടുണ്ട്. ഒരു കമ്പിയൊക്കെ ബെൻഡായത്, ആ ഒരു കമ്പിയൊക്കെ ഇങ്ങനെ 28 mm കമ്പിയൊക്കെ ഇങ്ങനെ ബെൻഡായതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല മഴ പെയ്ത സമയം കേട്ടോ. ഏതായാലും ഈ ഒരു വയഡക്റ്റ് നോക്കിയാണ് നിങ്ങൾ, ഈ ഒരു വയഡക്റ്റ് ഇങ്ങനെയാണ്. അതായത് DPR ഇങ്ങനെ ആയതുകൊണ്ടാണ് കമ്പനിക്ക് ഇങ്ങനെ നിർമ്മിക്കാനുള്ള ഒരു ഇത്. അല്ലാതെ കമ്പനിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിർമ്മാണമൊന്നും നടക്കില്ല. ഇപ്പോൾ DPR ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിക്കവാറും പുറത്തുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ആയിരിക്കും. അവരെന്നെയാണ്, ആയിരിക്കും എന്നല്ല, അവരാട്ടോ, അവർക്കും കേട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു കുന്ന്, ഈ ചട്ടഞ്ചാല് ഭാഗത്ത് നിന്ന് ഒരു കുന്നാണ്. പിന്നെ ബേവിഞ്ച ആ ഒരു പാലം ഉണ്ടല്ലോ, ആ ഒരു പാലം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തൊരു കുന്നാണ്. ചെർക്കള ഭാഗം, ചെർക്കള നല്ല ഉയരത്തിലാക്കണേ. ഈ ഒരു ബേവിഞ്ചയും ചെർക്കളക്കും ചട്ടഞ്ചാലിനും ഇടയിൽ ഒരു ബേവിഞ്ച പറഞ്ഞ സ്ഥലമുണ്ട് തെക്കിൽ. ആ പാലം കാണുന്ന ഭാഗം അവിടെ റോഡ് ഇങ്ങനെ താഴ്ന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മലമ്മ ഈ ഒരു കുന്നുമെന്ന് ആ കുന്നുമ്മയ്ക്ക് ഒരു വയഡക്റ്റ് നിർമ്മിച്ചിക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 120 മീറ്ററിലേറെ ഉയരം വേണ്ടി വരും. അമ്മാതിരി ഡിസ്റ്റൻസ്, അത്രയും ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊരു വീടുണ്ട് കേട്ടോ. ആ വീടൊന്നും ഇപ്പോൾ കാണാല്ലേ. ഇവിടെയാണ് ഞാൻ പറഞ്ഞ 3 മീറ്റർ വീതിയിലുള്ള വാള്. നല്ല ലോഡുള്ള വണ്ടി ബാക്ക് ഇറങ്ങിക്കാണ്ട് മറിഞ്ഞാൽ തോന്നുന്നു കേട്ടോ. അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറിയാനുള്ള ചാൻസ് കുറവാണല്ലോ. ആ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. വീഡിയോ എടുത്തിട്ട് 2 ദിവസമായി എടുത്ത് ഞാൻ വീട്ടിൽ പോയതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. നല്ല കയറ്റാട്ടോ. അതൊക്കെ ലോഡും കൊണ്ടുപോയത്. അതിൽ ഫുള്ള് ചെമ്മീനാണ്, എന്ത് മീനാണെന്ന് അറിയില്ല. ഏതായാലും മീൻ മാറ്റുണ്ട്. അതിൻ്റെ നടും കെട്ട് ഉടഞ്ഞിക്കണ്, നട്ടെല്ല് പൊട്ടിയെന്നൊക്കെ നമ്മൾ പറയും. അതേപോലെ നടും കെട്ട് ഉടഞ്ഞിക്കണ്ട് പൊന്തിക്കണ്. അപ്പോൾ ഈ ഒരു കൊടും വളവുള്ള സ്ഥലമാണ് ദേശീയപാത 66 ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള
ഭാഗം നിർമ്മാണം നടത്താൻ ഇപ്പോൾ പല സ്ഥലത്തും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ഭാഗം, മറ്റുള്ള ആലപ്പുഴ എറണാകുളം ഭാഗത്തൊക്കെ മണ്ണ് കിട്ടാത്ത ബുദ്ധിമുട്ട്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ബൈപ്പാസ്, തളിപ്പറമ്പ് ആ ഒരു പട്ടുവം റോഡിൻ്റെ ആ ഒരു ഭാഗം അവിടെയൊക്കെ മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. അതേപോലെ ചുടല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഫിസിക്കലി ആദ്യം തന്നെ ഈ ഒരു DPR തയ്യാറാക്കുമ്പോൾ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണുന്ന ഭാഗം. ഈ റാപ്പ് പോലുള്ള ഇതുണ്ട്, ഞങ്ങൾ വളവ് കണ്ടില്ല ഞങ്ങൾ. നമ്മളെ ഈ ഒരു ഇപ്പോൾ കോഴിക്കോടും അതേപോലെ മലപ്പുറത്തും ഒക്കെ ഡിസൈൻ സ്പീഡ് 100 ആണ്. ഇപ്പോൾ നമ്മൾ വേഗപരിധി 80 കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 70-60 മിക്കവാറും 70 അന്ന് പറഞ്ഞിരുന്നത്. 70 തന്നെ ആക്കാനാണ് ചാൻസ്. എനിക്ക് തോന്നുന്നുണ്ട് അവിടെ 80 ആക്കിയതുകൊണ്ട് ഇവിടെ 60 ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നാൾ ഞാൻ ഇതിനെ പറ്റി 60 ആക്കി അല്ലെങ്കിൽ 60 ആക്കും എന്ന് പറഞ്ഞപ്പോൾ ഒരു താടിച്ച അല്ലേ ഒരാൾ നമുക്ക് കുറച്ച് തീറയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു കമൻറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏതായാലും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ട് ആ ഒരു സൈൻ ബോർഡ് കാര്യങ്ങൾ വെക്കുമ്പോൾ അയാൾ ആ ഒരു ഇതും വെച്ചുകൊണ്ട് നമുക്കൊരു റീൽ ഉണ്ടാക്കണം. ഇതാണ് ബേവിഞ്ച പാലം. ഈ പാലം, നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാത കടന്നു പോകുന്നത്. നിലവിലുള്ള പാലവും പുതിയ പാലവും തമ്മിൽ നല്ല ഉയര വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ ഒരു പാലം കെട്ട് ഇറങ്ങി ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു സാധാ ഒരു ഭൂനിരപ്പിനോട് ചേർന്നിട്ട്, ഭൂനിരപ്പ് പറഞ്ഞാൽ കുന്നും മാലി ഇറങ്ങിക്കാണ്ടുള്ള ഭൂനിരപ്പ്. ഇതാണ് പുതിയ ബേവിഞ്ച പാലം. 3 വരി പുതിയതും പഴയത് 2 വരിയും. നല്ല ഉയര വ്യത്യാസം ഉണ്ട് കേട്ടോ. അവിടെയൊക്കെയാണ് കുറ്റിപ്പുറം പാലത്തിനെ പോലെ പകുതി ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അവിടെ എക്സ്പാൻഷൻ ജോയിനിങ്ങിൻ്റെ പണികളായിരുന്നു കുറേ കാലം മുമ്പ് നമ്മൾ വന്നപ്പോൾ നടന്നിരുന്നത്. BC ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ BC എന്താണെന്നറിയില്ല, എപ്പോഴെപ്പോഴും പറഞ്ഞു കണ്ട് ചടപ്പിക്കണില്ല, ഒരു സുഖം കിട്ടണില്ല. ഇതാണ് ആ ഒരു കുന്നിറങ്ങി വന്നതിന് ശേഷമുള്ള വയഡക്റ്റ്. കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും ലൈറ്റ് വെക്കുന്ന പണികൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് കാഴ്ചകൾ. ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ട് ഇപ്പോൾ ഏകദേശം കുറേ ആയി. ഇവിടെ കാലത്ത് സോയിൽ ലെവലിംഗ് ചെയ്ത കമ്പി അടക്കം ഇങ്ങോട്ട് പോകുന്നതിന് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തൊക്കെ കാണിച്ചതാണ്. അതിന് ശേഷം മണ്ണെടുക്കുന്ന പണികളൊന്നും തീർന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ 2ാമത്തെ റീച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ പണി കഴിയാൻ എത്രത്തോളം സമയം ഇനിയും എടുക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ചടപ്പിക്കണില്ല. 2028 അവസാനത്തോടെ നിങ്ങൾ പ്രതീക്ഷിച്ചോളി. ഏതായാലും മേഘ കമ്പനി നല്ല വേഗത്തിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ളൊരു കമ്പനിയാണ്. ഇവിടെ നല്ലോണം വാക്കിട്ടുണ്ടോ. കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓരോ റീലും കാര്യങ്ങളൊക്കെ ഏതൊരാൾക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ സാധനങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യണ ഓരോ സാധനങ്ങളും NHAയുടെ ആളുകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. പൊതുവെ NHAക്ക് ഇപ്പം അത്ര നല്ല കാലല്ല. ഈ ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് പൊട്ടലും വിള്ളലും മറ്റേ തട്ടലും മുട്ടലൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവം കൊണ്ട് മേഘ കമ്പനിക്ക് നല്ല വാക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ആ വാക്ക് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ സോയിൽ ലെവലിംഗ് ചെയ്ത ഭാഗമാണ് ഇടിഞ്ഞു വീണത്. സോയിൽ ലെവലിംഗ് ചെയ്ത ഭാഗം കമ്പി അടക്കം ഇടിഞ്ഞു വീണ വീഡിയോ ഫുള്ള് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിജിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു കമ്പനിക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലൂടെ കണ്ടെങ്കിൽ ഫൗണ്ടേഷൻ്റെ കട്ടി വയ്ക്കണം. നിങ്ങൾ ഒരാൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങി നടക്കണം. എന്നാലും ഒരു 11ൻ്റെ പോസ്റ്റ് പോലെ അയാളെ തല പിഞ്ഞും ബാക്കി അയിമ തട്ടാൻ അത്രയും കട്ടിയിലുള്ള ഫൗണ്ടേഷനാണ് ഇവിടെ വാൾ നിർമ്മിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ആ ഇടിഞ്ഞാടിയ ഭാഗമാണത്. ഇടിഞ്ഞാടിയ ഭാഗത്ത് ഇതൊക്കെയാണ് ഈ വാളിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ചൗടി മണ്ണാട്ടോ. നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളത് പോലെ ഉറപ്പുള്ള ഹാർഡായിട്ടുള്ള മണ്ണല്ലേ. അപ്പോൾ ഇത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ കഴിഞ്ഞതിന് ശേഷം കട്ടികളുള്ള എനിക്കൊന്ന് 1 മീറ്റർ 1.5 മീറ്റർ വീതിയുള്ള ഒരു വാളായിരിക്കും ഇവിടെ വരിക. ഏതായാലും കമ്പനിക്ക് ഈ ഒരു ഭാഗം ഇടിഞ്ഞു വീണുണ്ട്. കാരണം അത്രയും വലിയ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത് പണിയെടുക്കുന്ന ഒരു കമ്പനിയാണ്. ഏതായാലും DPRൽ മാറ്റം അല്ലെങ്കിൽ DPR ആദ്യം തയ്യാറാക്കിയപ്പോൾ ഇങ്ങനെ സോയിൽ ലെവലിംഗ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഏതായാലും ഇവിടെ സെറ്റായി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറുക്കള ടൗണിലുള്ള ഫ്ലൈ ഓവർ. ഇതും ഒരു ഫ്ലൈ ഓവറാണ്. ഇവിടെ സ്ഥലം ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു ഉള്ള സ്ഥലം വീതി കൂട്ടിയിട്ടുള്ള ഒരു നിർമ്മാണം കൊണ്ട് ഷേപ്പിലുള്ള ഒരു ഫ്ലൈ ഓവറാണ് ചെർക്കള. ചെറുക്കോട് പോകുന്ന ആളുകൾ ഫ്ലൈ ഓവറിന് മുകളിലൂടെ അങ്ങനെ പോവുക. ചെർക്കള പോകുന്ന ആളുകൾ ഇവിടെ നിന്ന് അങ്ങനെ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡും കൂടെ അങ്ങനെ ചെർക്കള ടൗണിലൂടെ പോകുക. ചെർക്കള ഫ്ലൈ ഓവർ കഴിഞ്ഞ് കുറച്ച് ദൂരം ഏകദേശം ഒരു 400-500 ഒരു 1/2 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഊരാളുങ്കലിൻ്റെ റീച്ചാട്ടോ. പിന്നെ അങ്ങനെ സുഖമായിട്ട് തലപ്പാടി വരെ നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഞാൻ ആ പറഞ്ഞുകൊണ്ട് നമ്മളോട് ദേഷ്യമൊന്നും തോന്നണ്ടേ. നമ്മൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളും കുറച്ച് ഹിന്ദിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മൾ NHAയുടെ പോസിറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അപ്ലോഡും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കാരണം ഈ കുറേ നല്ലത് ചെയ്യുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഒരു 100 നല്ല കാര്യം ചെയ്യണതിനിടയ്ക്ക് ഒരു കെട്ട കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാവരും ചർച്ച ചെയ്യും. രാജ്യത്തിൻ്റെ പല ഭാഗത്തും അടിപൊളി റോഡുകൾ വരുന്നുണ്ട്, അതാരും ചർച്ച ചെയ്യില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വിള്ളൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ചർച്ച ചെയ്യും. അത് ആൾക്കാരെ ഒരു ഇതാണത്. കാരണം ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് പോട്ടെ. ഈ ഫ്ലൈ ഓവറിലെ മാച്ചിങ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ഇത് എൻട്രി പോയിന്റ് ആട്ടോ. ചെർക്കള ഭാഗത്ത് നിന്ന് ചെർക്കള അങ്ങാടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഹൈവേയിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മാച്ചിങ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എൻട്രി പോയിന്റ് ആണ്.
ചെർക്കള ആ ഒരു ടൗണിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ വന്ന് ഈ ഒരു ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ കണ്ണൂർ, കൊച്ചി, ആലപ്പുഴ അങ്ങനെ പോകാം. ഏതായാലും മാച്ചിങ് പോയിൻ്റ് അടിപൊളിയായിട്ടുണ്ട്. 10 ഗഡറാണ് ഈ ഒരു മാച്ചിങ് പോയിൻ്റ് ഭാഗത്തുള്ളത്. പിന്നെ ഞാൻ വിമർശിക്കണതിനെ പറ്റിയല്ല കേട്ടോ പറഞ്ഞത്. വിമർശിക്കാനും നല്ലത് പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. വിമർശിക്കാൻ അവകാശമുള്ള ഇന്ത്യയിൽ നല്ലത് കണ്ടാൽ നല്ലത് പറയാനുമുള്ള അവകാശമുണ്ട്. കാരണം എന്താ പറയുക, നമ്മളിത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് തെറികളും മറ്റേതൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് നിങ്ങൾ വിചാരിച്ചു എന്തോ ഒരു സുഖം, ഇഷ്ടം പോലെ തെറികൾ. നമ്മളെന്താ പറയുക, നല്ലതിനെ നല്ലതാണെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ തെറികൾ കേൾക്കാറുണ്ട്. അത് പോട്ടെ, അങ്ങോട്ടൊക്കെയാണ് കുറച്ചും കൂടി അങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ULCയുടെ റീച്ചാണ്. പിന്നെ അടിപൊളിയായിട്ട് മംഗലാപുരം വരെ ഉഷാറായിട്ട് പോകാം. അപ്പോൾ ഇതാണ് പോലെയുള്ള ചെർക്കള ഫ്ലൈ ഓവർ. വളഞ്ഞിട്ടാണ്. ഇതിലൊക്കെ 80 സ്പീഡ് അല്ലെങ്കിൽ 100 സ്പീഡിലൂടെ പോകാനുള്ള ഇത് കൊടുത്തുകയെന്നുണ്ടെങ്കിൽ വണ്ടി ഉണ്ടാവും ഫുള്ള് പുറത്ത്. ഇതിൽ 100 സ്പീഡ് എങ്ങാനും അനുവദിച്ച് കൊടുത്ത് ഇതിലൂടെയൊക്കെ 150, 200 പോയിക്കാന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്ത് കത്തട്ടാ. അവിടെ ഒരു ചെറിയൊരു കൊക്കയുണ്ട്, അതിക്കാണ്ട് വീണിക്കാന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ പോകുന്ന ആളുകൾ സൂക്ഷിച്ച് പോകുക. മാക്സിമം വേഗപരിധി, ആ ഒരു നിശ്ചയിച്ചിട്ടുള്ള വേഗപരിധിയിൽ വാഹനം ഓടിച്ച് പോകുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടുകണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ, ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും. ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഏതായാലും ഫോണിന് മുമ്പ് ഒരു ലൈക്ക് അങ്ങോട്ട് അടിച്ചോണ്ട് പോയിക്കോളി കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളി. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിക്കോളൂ. അഭിപ്രായം സ്വാതന്ത്ര്യ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.